പ്രിയപ്പെട്ടവരെ, ശാസ്ത്രലോകത്തിന് തന്നെ പുത്തൻ ഉണർവ് നൽകി ലോകത്തിൻ്റെ നെറുകയിൽ നന്മയുടെ തിലകക്കുറിയായി ഇൻഡസ്വാ ഹെൽത്ത് സയൻസ് നൽകുന്ന അമൂല്യമായ ഒരു ഔഷധമാണ് ഐ കോഫി. മനുഷ്യ സമൂഹത്തിന് സാമ്പത്തികമായും സാമൂഹികമായും ശാരീരികമായും കൊടും നാശം വിതയ്ക്കുന്ന ലോകത്തെ ഏറ്റവും മാരകമായ വ്യാധികളിലൊന്നാണ് പ്രമേഹം. ഇന്ന് ലോകത്ത് ആകമാനമായി 250 ദശലക്ഷത്തോളം ആളുകൾ ഈ പ്രമേഹമെന്ന ഈ പ്രശ്നത്തിൻ്റെ പിടിയിലാണ്. 2025 അത് 380 ദശലക്ഷം പേരിലേക്ക് വ്യാപിക്കും എന്ന ഞെട്ടിക്കുന്ന കണക്കുകളാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ചരകമുനിയും ശുശ്രുത മഹർഷിയുമൊക്കെ മധുമേഹ എന്ന ഈ പ്രശ്നത്തിന് പഠനവിധേയമാക്കി ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആംഗലേയ ശാസ്ത്രജ്ഞനായ എഡ്വേർഡ് തൻ്റെ പഠനങ്ങളിലൂടെ പ്രതിപാദിക്കുന്നത് ആഹാരത്തിൻ്റെയും ജീവിതശൈലിയിലുള്ള പ്രശ്നങ്ങളുമാണ് പ്രമേഹത്തിൻ്റെ പ്രധാന കാരണമെന്നാണ്. എന്താണ് യഥാർത്ഥത്തിൽ പ്രമേഹം? രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്ന അവസ്ഥയാണ് പ്രമേഹം എന്ന് വിളിക്കുന്നത്. ആഹാരം ദഹനപ്രക്രിയയ്ക്ക് ശേഷം ഗ്ലൂക്കോസിൻ്റെ രൂപത്തിൽ അത് രക്തത്തിലേക്ക് പ്രവേശിക്കുന്നു. ഈ ഗ്ലൂക്കോസിനെ ഓരോ അവയവങ്ങളിലേക്കും ആവശ്യാനുസരണം എത്തിക്കുന്നൊരു വാഹകനാണ് ഇൻസുലിൻ. അപ്പോൾ ഇൻസുലിൻ്റെ അഭാവം അല്ലെങ്കിൽ കുറവ് രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് വർദ്ധിപ്പിക്കുവാൻ കാരണമാകുന്നു. പാൻക്രിയാസിലെ ഐലറ്റ് ലാഞ്ചർഹാൻസും ബീറ്റാ കോശങ്ങളും ചേർന്നാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. തുടർച്ചയായ മരുന്നുകളുടെ ഉപയോഗം ഈ കോശങ്ങൾക്ക് വലിയ അളവിൽ നാശമുണ്ടാക്കുന്നുണ്ട്. കൂടാതെ തെറ്റായ ജീവിതശൈലികൾ, ഉറക്കമില്ലായ്മ, ആഹാര രീതിയിലുള്ള വ്യത്യാസങ്ങൾ, വ്യായാമക്കുറവ്, ജീവിതശൈലിയിലുള്ള ഡിസോർഡേഴ്സ് ഇതെല്ലാം തന്നെ ഈ കോശങ്ങളുടെ നാശത്തിന് കാരണമാവുകയും ഇൻസുലിൻ്റെ ഉൽപ്പാദനത്തിന് കുറയ്ക്കുകയും ചെയ്യും. പ്രമേഹത്തിൻ്റെ ആദ്യകാല പ്രശ്നങ്ങളെന്ന് പറയുന്നത് ഇതൊരു രോഗാവസ്ഥയിലല്ല, മറിച്ച് 3 Ps എന്നറിയപ്പെടുന്ന ചില പ്രോബ്ലംസാണ്. തുടർച്ചയായ ദാഹം, തുടർച്ചയായ വിശപ്പ്, മൂത്രശങ്ക തുടങ്ങിയവയാണ് ആദ്യകാല പ്രശ്നങ്ങൾ. എന്നാൽ ഇതിൻ്റെ ദീർഘകാല പ്രശ്നങ്ങൾ വളരെ ഭയാനകമാണ്. ഹൃദയാഘാതം, പക്ഷാഘാതം, ലൈംഗിക പ്രശ്നങ്ങൾ, കിഡ്നി രോഗങ്ങൾ, നേത്രരോഗങ്ങൾ, കരൾ രോഗം തുടങ്ങി 16ലേറെ മാരക രോഗങ്ങൾക്ക് വഴിതെളിക്കുന്ന ഒന്നാണ് പ്രമേഹം. യഥാർത്ഥത്തിൽ ഈ മാരക പ്രശ്നത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് വരെ ഇതാരും മുൻകൂട്ടി അറിയുന്നില്ല എന്നതാണ് ഏറെ ദുഃഖകരമായ സത്യം. ഇവിടെ ഇത്തരത്തിൽ വരും തലമുറയെ കാർന്നു തിന്നുവാൻ കാത്തു നിൽക്കുന്ന ഈ മഹാവ്യാധിയെ വെറുമൊരു കോഫിയിലൂടെ വരുതിയിലാക്കാൻ കഴിയുമെന്നൊരു പുതിയൊരു തിരിച്ചറിവ് ലോകത്തിന് സമ്മാനിച്ച ഇൻഡസ്വിവയുടെ അതിവിശിഷ്ടമായ ഐ കോഫിയെ ഹൃദയപുരസ്സരം പരിചയപ്പെടുത്തുന്നതിൽ ഞാൻ ഏറെ സന്തോഷിക്കുന്നു. ഞാൻ അനിൽകുമാർ, തിരുവനന്തപുരം സ്വദേശിയാണ്, ഇൻഡസ്വ ഡിസ്ട്രിബ്യൂട്ടറാണ്. നിങ്ങൾക്കറിയാം, ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പാനീയങ്ങളിൽ ഒന്നാണ് കോഫി. എന്നാൽ ഇൻഡസ്വയുടെ ഐ കോഫി എന്നത് കർണാടകത്തിലെ കൂർഗ് മേഖലയിൽ നിന്നും തയ്യാർ ചെയ്യുന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും മികച്ച, ഏറ്റവും ക്വാളിറ്റിയുള്ള ഒരു കോഫിയാണ്. ഞങ്ങളുടെ ഉൽപ്പന്നമായ ഐ കോഫി പ്രമേഹത്തിന് പരിഹാരമെന്ന നിലയിൽ ഈ ലോകത്തിന് ഞങ്ങൾ നൽകുന്ന അമൂല്യമായ ഒരു സംഭാവനയാണ്. പ്രകൃതിദത്തമായ ഔഷധങ്ങളുടെ അത്യപൂർവമായ ഒരു സംയോജനത്തിലൂടെ മനുഷ്യ ശരീരത്തിൻ്റെ കോശ സംരക്ഷണത്തിന് അമൂല്യ സംഭാവനയാണ് ഐ കോഫിയിലൂടെ ഞങ്ങൾ നൽകുന്നത്. ഏകനായകം, കോഫി ബീൻസ്, നായ്ക്കുരുണപ്പരിപ്പ് തുടങ്ങി ഔഷധങ്ങൾ ഐ കോഫിയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നുണ്ട്. നൂറ്റാണ്ടുകളായി പ്രമേഹത്തിന് സിദ്ധൌഷധമായി ഭാരതത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഉപയോഗിച്ചു വരുന്ന ഒരു ഔഷധ സസ്യമായ ഏകനായകത്തിൻ്റെ വേരിൽ നിന്നും ഇലയിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ഒരു ഔഷധമാണ് സാൽസിറ്റാൾ. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിന് വളരെ ഗുണപ്രദമായ ഒരു ഔഷധമാണ് സാൽസിറ്റാൾ. ഏകനായകത്തിൻ്റെ വേരിൽ നിന്ന് ധാരാളമായി അടങ്ങിയിരിക്കുന്ന പോളിഫിനോൾസും മാഞ്ചിഫെറിനും ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുവാൻ ഏറെ സഹായകമായ ഔഷധങ്ങളാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും അത്യാധുനികമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടാണ് ഏകനായകത്തിൽ നിന്ന് സാൽസിറ്റാൾ നമ്മൾ വേർതിരിച്ചെടുക്കുന്നത്. സാൽസിറ്റാൾ നിരവധി ക്ലിനിക്കൽ ട്രയൽസിന് വിധേയമായിട്ടുണ്ട്. അതിലൊന്നാണ് പ്രീ ഡയബറ്റിക് സ്റ്റേജിലുള്ള ഒരു വ്യക്തിക്ക് 6 ആഴ്ചകൾ തുടർച്ചയായി സാൽസിറ്റാൾ നൽകിയ ശേഷം പരിശോധിക്കുമ്പോൾ മോശമായ കൊളസ്ട്രോൾ ലെവലും ഷുഗർ ലെവലും നിയന്ത്രണ വിധേയമായി എന്ന് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്നും മനസ്സിലാക്കുക, പ്രമേഹത്തിൻ്റെ നിയന്ത്രണ യജ്ഞത്തിൽ ഏകനായകത്തിൻ്റെ സാധ്യത എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം.
ഈ പ്രത്യേക ക്ലിനിക്കൽ സ്റ്റഡി രജിസ്ട്രി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാൽസിറ്റാൾ ഒരു കാർബോഹൈഡ്രേറ്റ് ബ്ലോക്കർ കൂടിയാണ്. ഇത് രക്തത്തിലെ പോളിസാക്കറൈഡ്സിൽ നിന്നും ഗ്ലൂക്കോസിനെയൊക്കെയുള്ള പരിവർത്തനത്തെ ചെറുക്കുന്നു. സാൽസിറ്റാൾ മനുഷ്യ ശരീരത്തിന് ആവശ്യമായ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് എത്രയെന്ന് മനസ്സിലാക്കി അധികമുള്ള കാർബോഹൈഡ്രേറ്റിനെ ചെറുത്ത് തോൽപ്പിക്കുകയും ചെയ്യുന്നു. ഇവിടെ മോഡേൺ സിന്തറ്റിക് മരുന്നുകളെല്ലാം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുക മാത്രമാണ് ചെയ്യുക. ഇവിടെ സാൽസിറ്റാളിൻ്റെ പ്രമേഹ നിയന്ത്രണ കഴിവിനപ്പുറം ഐ കോഫിയിൽ പ്രകൃതിദത്തമായ പല ആൻറ്റി ഓക്സിഡൻറ്റുകളും അടങ്ങിയിട്ടുള്ളതിനാൽ മനുഷ്യ ശരീരത്തിന് ഏറെ ഊർജം പകരുവാനും പ്രമേഹത്തിൻ്റെ കോംപ്ലിക്കേഷൻസ് ആയിട്ടുള്ള ഉണങ്ങാത്ത വ്രണങ്ങൾ, പഴുപ്പ്, നീര് ഇവ പരിഹരിക്കുവാനും ഏറെ സഹായിക്കുന്നു. ഐ കോഫിയിൽ അടങ്ങിയിട്ടുള്ള ഉന്നത നിലവാരമുള്ള കോഫിക്കുള്ളിൽ വളരെ മാത്രമേ കഫീൻ അടങ്ങിയിട്ടുള്ളൂ. ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഊർജവും ഉന്മേഷവും പകർന്നു നൽകുവാൻ ഞങ്ങളുടെ ഐ കോഫിക്ക് കഴിവുണ്ട്. ഉയർന്ന ഫലം ലഭിക്കുവാൻ രാവിലെയും വൈകുന്നേരവും രാത്രിയിലും ആഹാരത്തിന് അരമണിക്കൂർ മുന്നാടിയായി ഐ കോഫി കഴിക്കുക. ഏതൊരുവിധ പാർശ്വഫലങ്ങളും ഇല്ലാത്തതിനാൽ പ്രമേഹ രോഗികൾക്കും പ്രമേഹമില്ലാത്തവർക്കും ഗർഭിണികൾക്കും വളരെ സുരക്ഷിതമായി ഉപയോഗിക്കാവുന്ന ഒരു ഉന്നത നിലവാരമുള്ള ഒന്നാണ് ഐ കോഫി എന്ന് ഞങ്ങളുടെ പ്രോഡക്റ്റ് ഹെഡായിട്ടുള്ള ഡോക്ടർ ബാലു കോലാർ സാക്ഷ്യപ്പെടുത്തുന്നു. ക്ലിനിക്കൽ സ്റ്റഡി രജിസ്ട്രി ഓഫ് ഇന്ത്യ, ക്ലിനിക്കൽ സ്റ്റഡി ഇൻ്റർനാഷണൽ ഫോറം, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തുടങ്ങി നിരവധി ദേശീയ അന്തർദേശീയ സർട്ടിഫിക്കേഷൻസ് ലഭിച്ച ഇന്ന് ലോകത്ത് കിട്ടുന്ന ഏറ്റവും ഉത്കൃഷ്ടമായ ഔഷധങ്ങളിലൊന്നായ ഐ കോഫി പ്രത്യേക സമയപരിധി ഒന്നുമില്ലാതെ കാലങ്ങളോളം ഉപയോഗിക്കാവുന്നതെന്ന് ഡോക്ടർ ബാലു കോലാർ പറയുന്നു. അസുഖം വന്നിട്ട് ചികിത്സിക്കുന്നതിലും നല്ലത് അസുഖം വരാതിരിക്കാൻ കാക്കുകയാണ്. നിലവിൽ ഉപയോഗിക്കുന്ന അമിതമായ കഫീൻ അടങ്ങിയിട്ടുള്ള കോഫികൾ ഉപേക്ഷിച്ച് പാൻക്രിയാസിന് സംരക്ഷണ കവചമൊരുക്കാൻ പ്രാപ്തിയുള്ള ഐ കോഫിയിലേക്ക് മാറുവാനും പ്രമേഹത്തിൻ്റെ ദുരന്തഫലം അനുഭവിക്കുന്നവർക്ക് ആശ്വാസം പകരുവാനും ഒപ്പം വരും തലമുറയെ ഈ ശാരീരിക മാനസിക ദുരന്തത്തിൽ നിന്നും രക്ഷിക്കുവാനും ഉള്ള ഇൻഡസ്വേയുടെ ഈ ഉദ്യമത്തിൽ താങ്കളെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നന്ദിപൂർവ്വം